ഹായ് ദെയർ. സോ ഇന്ന് നമ്മൾ റസ്റ്റേഷൻ സീരീസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെയാണ്. ബിഗിനേഴ്സിന് വേണമെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്യാം, ബട്ട് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ റസ്റ്റിൻ്റെ സീരീസ് റസ്റ്റിൻ്റെ ബുക്കിനെ ബേസ് ചെയ്തായിരിക്കും എല്ലാ വീക്കിലും ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ആർസിലിനെക്സ് യൂസേഴ്സിൻ്റെ കൂട്ട് RTFM എന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. സോ റസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് റസ്റ്റിൻ്റേതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ഒരു കടൽ തന്നെ ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ, ബട്ട് പെർഫോമൻസും മെമ്മറി സേഫ്റ്റിയും ലോ ലെവൽ കൺട്രോളും അതുപോലെ തന്നെ ജനറൽ പർപ്പസും ഇതെല്ലാം റസ്റ്റിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ റസ്റ്റ് ഒരു കമ്പൈൽഡ് ലാംഗ്വേജാണ്. മീനിങ് നമ്മളിപ്പോൾ ഒരു ബൈനറി കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ടബിൾ ഫയലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്താലും അവനത് റൺ ചെയ്യാൻ പറ്റും, റസ്റ്റ് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ പോലും. അതേസമയം പൈതൻ്റെ കേസ് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ പൈതൻ്റെ ഇൻ്റർപ്രറ്റർ ഇല്ലാതെ അത് വർക്കാവത്തില്ല. സോ റസ്റ്റിൻ്റെ പ്രത്യേകത ഇതാണ്. അതുപോലെ തന്നെ എറർ ഹാൻഡിലിംഗ് ഏറ്റവും ബെസ്റ്റാണ് റസ്റ്റിൻ്റെ. സി പഠിക്കാൻ താല്പര്യമില്ല, ബട്ട് ലോ ലെവൽ കൺട്രോളും വേണം, അതുപോലെ തന്നെ ഹൈ ലെവൽ പെർഫോമൻസും വേണം. അങ്ങനെയുള്ളവർക്ക് റസ്റ്റ് നല്ലൊരു ചോയ്സാണ്. ഓക്കെ, ഇതൊക്കെയാണ് റസ്റ്റിൻ്റേതായിട്ടുള്ള ചില ഫീച്ചേഴ്സ്. നമുക്കിനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാം. ആദ്യമേ ഇൻസ്റ്റാളേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഞാനിവിടെ റസ്റ്റിൻ്റെ ബുക്ക് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത്. സോ ആദ്യമേ തന്നെ ഇൻസ്റ്റാളേഷൻ ഭയങ്കര സിമ്പിളാണ്. സോ നിങ്ങൾക്കിത് ഫോളോ അപ്പ് ചെയ്യാം. ലിനക്സിനകത്താണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ഫോളോ അപ്പ് ചെയ്യാം. മാക് ആയാലും സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്, ബട്ട് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സെയിം തന്നെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് റസ്റ്റിൻ്റെ ബുക്കിനകത്ത് പോയി റഫ് ചെയ്ത് നോക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, വലിയ കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് കാര്യങ്ങളും ടെർമിനലിനകത്തായിരിക്കും ചെയ്യുന്നത്. സോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മൾ ആദ്യമേ തന്നെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ ഡിപ്പെൻഡൻസീസ് കേളും അതുപോലെ തന്നെ സിമേക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണോ നോക്കുന്നു. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു ഇൻസ്റ്റാൾ ആണോ അല്ലയോ എന്ന്. ജസ്റ്റ് ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് നമുക്ക് കേൾ വെച്ചിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ ഈ ഒരു സ്ക്രിപ്റ്റാണ് റസ്റ്റ് ഇൻസ്റ്റാളർ ബേസിക് ആയിട്ടുള്ള റസ്റ്റിൻ്റെ ടൂൾ ചെയിനിലുള്ള ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് റൺ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, എനിക്കിവിടെ ഇങ്ങനൊരു പ്രോംപ്റ്റാണ് വരുന്നത്, കാരണം ഞാൻ ഓൾറെഡി റസ്റ്റ് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട്. സോ നിങ്ങൾക്ക് വേറൊരു രീതിയിലായിരിക്കും പ്രോംപ്റ്റ് വരുന്നത്. സോ നിങ്ങൾ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സിൽ തന്നെ ഫ്രണ്ടിലോട്ട് പോവുക, എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു വിടുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് റസ്റ്റ് ഇൻസ്റ്റാൾ ആവുന്നതിൻ്റെ കൂടെ തന്നെ റസ്റ്റിൻ്റേതായിട്ടുള്ള ടൂൾസും കൂടെ ഇൻസ്റ്റാൾ ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സോ ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേന് ഈ ഒരു ടെർമിനൽ ക്ലോസ് ചെയ്യുക, കാരണം ആ ഒരു കോൺഫിക്സ് ഒന്നുകൂടെ ഒന്ന് റീലോഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ടെർമിനൽ ഒന്നുകൂടെ ഓപ്പൺ ആക്കുക, എന്നിട്ട് റസ്റ്റിൻ്റെ വേർഷൻ നോക്കുക. വേർഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും റസ്റ്റ് ഏത് വേർഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഈ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ റസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ റസ്റ്റ് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഞാനിവിടെ VS കോഡിയമാണ് റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ VS കോഡ് തന്നെ റൺ ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ആദ്യമേ ഓബ്വിയസ്ലി നമുക്ക് റസ്റ്റിൻ്റെ അനലൈസർ ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. ബട്ട് നമ്മളവിടെ എത്തും. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് റസ്റ്റിലൊരു ലൈൻ കോഡ് എഴുതാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ റസ്റ്റ് എന്നും പറഞ്ഞ ഒരു ഡയറക്ടറി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏത് ഡയറക്ടറി വേണമെങ്കിലും ചൂസ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ഫയൽസ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ main.rs എന്ന് പറഞ്ഞ് റസ്റ്റിന് വേണ്ടിയായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു .rs എക്സ്റ്റൻഷൻ വരണമെന്നുള്ളത് നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ സ്പേസ് വരുവാണെങ്കിൽ, ഏതെങ്കിലും പേര് കൊടുക്കുമ്പോൾ സ്പേസ് വരുവാണെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട് കവർ ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ main.rs എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ തന്നെ ജസ്റ്റ് ബേസിക് ഫങ്ഷൻ മെയിൻ പാരാന്തസിസ് പിന്നെ കേർലി ബ്രാക്കറ്റ് ഇടുന്നു, എന്നിട്ട് പ്രിൻ്റ് ln ബാങ് ഹലോ റസ്റ്റാഷ്യൻസ്, എന്നിട്ട് സെമിക്കോളൻ ക്ലോസ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. ഇതാണ് ഒരു ഫസ്റ്റ് കോഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാനിത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കണം. സോ റൺ ചെയ്യുന്നത് ബാക്കിയുള്ള പ്രോഗ്രാമിനെ വെച്ച് നോക്കുമ്പോൾ ഇത് റൺ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ ആദ്യമേ റൺ ചെയ്യാനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ടെർമിനൽ ഓപ്പൺ ആക്കാം, എന്നിട്ട് സെയിം ഡയറക്ടറിയിലോട്ട് പോകാം. അങ്ങനെയാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ. സോ ഞാൻ ഇതിനകത്ത് തന്നെ VS കോഡിൻ്റെ പ്രോസ് ഉണ്ടെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഞാനിവിടെ കാണിക്കുകയാണ്. Ctrl tilde അടിക്കുമ്പോഴത്തേന് നമുക്കിവിടെ ടെർമിനൽ തന്നെ ഓപ്പൺ ആയി വരും.
ഓപ്പണായി വന്നിട്ട് ഇതേ സെയിം ഡയറക്ടറിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. സോ ആദ്യമേ തന്നെ ഞാൻ റസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് main.rs ജസ്റ്റ് കമ്പൈൽ ചെയ്യും. ഓക്കെ, കമ്പൈൽ ചെയ്തു. അങ്ങനെ കാണാൻ പറ്റും ഇതിനകത്ത് 2 ഫയലായിട്ടാണ് കിട്ടിയത്. നിങ്ങളിപ്പോൾ വിൻഡോസിനകത്താണെങ്കിൽ നിങ്ങൾക്ക് main.exe എന്നും പറഞ്ഞൊരു ഫയലും കൂടെ കിട്ടും. സോ അത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ഹലോ റസ്റ്റേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടി. കൺഗ്രാജുലേഷൻസ്, നിങ്ങളിപ്പോൾ റസ്റ്റിനകത്ത് ഫസ്റ്റ് കോഡ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് കാർഗോയെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും റസ്റ്റിൻ്റേതായിട്ടുള്ള ബേസിക്സ് കാര്യങ്ങളെല്ലാം കവർ ചെയ്യാം. സോ അതുവരെ താങ്ക് യു.